കർക്കിടക പെയ്ത്ത് കുറഞ്ഞു. നെൽപ്പാടങ്ങളിൽ വെള്ളമില്ലാതെ വരൾച്ചയിലേക്ക് പ്രതീക്ഷയേറ്റ് കർഷകർ. This news is brought to you by അപ്സര ജ്വല്ലറി, ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ. കാലവർഷം കനത്ത് പെയ്യേണ്ടുന്ന വയൽനിലങ്ങളിൽ വരണ്ടു പോകുന്ന നെൽച്ചെടികൾ കർഷകന് കണ്ണീരാകുമോ എന്ന ആശങ്കയിലാണ് നെൽകർഷകർ. കലിതുള്ളി പെയ്യുന്ന മഴയിൽ നിലം കാണാതെ വെള്ളക്കെട്ടുകൾ മൂടി നിൽക്കേണ്ടുന്ന നെൽപ്പാടങ്ങൾ വെള്ളമില്ലാതെ വരണ്ടുണങ്ങി കർഷക പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാവുകയാണ്. കാലാവസ്ഥയിലെ മാറ്റം മൂലം ഏറെ പ്രയാസത്തിലാവുന്നത് മലയോര പ്രദേശങ്ങളുടെ നെല്ലറകളായ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ നെൽപ്പാടങ്ങളാണ്. കാസർഗോഡ് പള്ളിക്കര പഞ്ചായത്തിലെ വിശാലമായ നെല്ലുൽപാദക പാടശേഖരവും മറ്റിടങ്ങളിലെ ഏക്കറോളം സ്ഥലത്തുള്ള പാടശേഖരങ്ങളും വെള്ളമില്ലാതെ പ്രതിസന്ധിയിലാണ്. ഏകദേശം ഒരു 40 ഏക്കറോളം കൃഷി ഇവിടെ ഉണ്ട്. പക്ഷേ അതിപ്പോൾ എന്ന് വെച്ചാൽ ഒരു 25 ഏക്കറ 30 ഉള്ളിലെ കൃഷി നടന്നിട്ടുള്ളൂ. ബാക്കി വെള്ളം വയൽ ഒഴിച്ചിടയായി. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് ഇപ്പോൾ തന്നെ നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തുള്ള തൊഴിലാളികൾ വന്നിട്ട് തമിഴന്മാരും ഇന്ത്യക്കാരൊക്കെ വന്നിട്ടാണ് കൃഷി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ കൃഷി നടന്നു പോകുന്നത്. ഈ നമ്മളെ തൊഴിലുറപ്പ് പദ്ധതിയൊന്നും ഈ കൃഷിക്ക് ഇറങ്ങാത്ത കാരണം എന്താ വെച്ചാൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിനെക്കാട്ടി കൃഷി നടത്താനും കൃഷി ചെയ്യാനും സൗകര്യമുണ്ട്. എല്ലാ സൗകര്യം ഇവിടെ വെള്ളവും കാര്യവും പമ്പ് സെറ്റും എല്ലാം ഇടിയുള്ള സ്ഥലമാണ്. ഇടിപ്പോൾ 5ഓളം പമ്പ് സെറ്റ് നമ്മുടെ ഈ പാടശേഖരത്തിലുണ്ട്. പക്ഷേ ആ പമ്പ് സെറ്റ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഈ കൃഷിക്ക് ആരും ഉപയോഗിക്കുന്നില്ല. കാരണം തോടെല്ലാം കാട് പിടിച്ച് മൂടുന്നത്. അതിപ്പോൾ തൊഴിലുറപ്പൊന്നും ചെയ്യുന്നില്ല. അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതുമാത്രമല്ല, ഇപ്പോൾ ഈ വളം നമ്മൾ കൃഷി ചെയ്യുന്നതിന് ഗവൺമെൻറ്റിൻ്റെ വകയിൽ വിത്ത് മാത്രം കിട്ടും. ബാക്കിയില്ല. മുമ്പെല്ലാം എന്ന് പറഞ്ഞാൽ പാടശേഖരത്തിൽ നമുക്ക് പകുതി വിലക്ക് രാസവളം കിട്ടുമായിരുന്നു. ഇപ്പോൾ ഒരു നയാ പൈസ പോലും അതിനൊന്നും കിട്ടുന്നില്ല. സബ്സിഡി എന്തോ ചെറിയ പൈസ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൃഷിക്കാർ എല്ലാം ഇത് മടുത്തിട്ട് ഇപ്പോൾ കൃഷി വേണ്ടാന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഈ പാടശേഖര സമിതി ഇടപെട്ടുകൊണ്ട് കുറച്ചെങ്കിലും കൃഷി ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ അതും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ട് ഉണ്ട്. അപ്പോൾ ഈ മഴയില്ലാതെ കൊണ്ട് ഇപ്പോൾ ഈ നട്ട കൃഷി എല്ലാം ഉണങ്ങിപ്പോയും വെള്ളമില്ലാണ്ട് എല്ലാം വരണ്ട് കിടക്കുകയാണ്. അപ്പോൾ അത് വലിയ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. തീരപ്രദേശത്തോട് ചേർന്നുള്ള പൂഴിമണലിലെ വയലിൽ വെള്ളമില്ലാതായതോടെ കടുത്ത ചൂടാണ് ഇവിടങ്ങളിൽ അനുഭവപ്പെടുന്നത്. വളവും വെള്ളവും വലിച്ചെടുത്ത് സമൃദ്ധമായി വളരേണ്ടുന്ന നെൽച്ചെടികൾ മഴ മാറി നിന്നതോടെ ചൂടിനെ അതിജീവിക്കാനാവാത്ത കാലാവസ്ഥയിലായി. കർക്കിടകപ്പെയ്ത്തിൻ്റെ കനപ്പിൽ കതിരോളം വെള്ളം നിൽക്കേണ്ടുന്ന നെൽപ്പാടങ്ങളാണ് ചുവട് പോലും വരണ്ടുണങ്ങുന്ന സ്ഥിതിയിലേക്ക് മാറിയത്. വിശാലമായ പാടങ്ങളിൽ കൃഷി നടത്തുന്നവർ മുൻവർഷങ്ങളിൽ മെച്ചവിളയാണ് ഉൽപ്പാദിപ്പിച്ചിരുന്നത്. സുജാത, ജ്യോതി, ഉമ തുടങ്ങിയ നെല്ലിനങ്ങൾ കൃഷിയിറക്കി ഇവിടങ്ങളിൽ നിന്നും ടൺ കണക്കിന് നെല്ലുൽപ്പാദിപ്പിച്ച കൂട്ടായ്മകൾ ഇന്ന് പ്രതീക്ഷയില്ലാത്ത പ്രതിസന്ധിയെ നേരിടുകയാണ്. മുൻകാലത്ത് വിളവ് സമൃദ്ധമായി പ്രദാനം ചെയ്തിരുന്ന വിശാലമായ നെൽപ്പാടങ്ങളാണ് കർക്കിടക മാസത്തിലെ കാലാവസ്ഥാ മാറ്റത്തിൽ ആശങ്കയുടെ കാറ്റ് വീശുന്നത്. കാർഷിക മേഖലയുടെ പ്രാധാന്യങ്ങൾക്കായി മുൻഗണന നൽകിയ പഞ്ചായത്ത് പദ്ധതികൾക്കും കാലാവസ്ഥാ മാറ്റം പല തരത്തിലുള്ള തിരിച്ചടിയാവുമോ എന്ന ആശങ്കയിലാണ് കർഷകരും മറ്റ് കാർഷിക സംഘടനകളും. അഭിമാന നിമിഷങ്ങൾക്കായി അനന്തമൂല്യമുള്ള സ്വർണ്ണാഭരണങ്ങൾ. ട്രെൻഡും ട്രഡീഷനും ഒന്നാകുന്ന അപ്സര ജ്വല്ലറി നിങ്ങളുടെ മനസ്സിനിണങ്ങിയ പുത്തൻ BIS 916 സ്വർണ്ണാഭരണങ്ങളും 18 കാരറ്റ് 22 കാരറ്റ് ഡയമണ്ട് എന്നിവയുടെ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. അപ്സര ജ്വല്ലറി, ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ.